ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആലുവയിൽ പോവുകയാണ്. ആലുവ ശിവരാത്രി കാണാൻ. ആലുവ മണപ്പുറത്ത്. ഞാൻ ഏകദേശം എറണാകുളത്ത് വന്നിട്ട് 5-10 വർഷമായി. എങ്കിലും ഇതുവരെ ഒന്ന് ആലുവ ശിവരാത്രി ദിവസം ആലുവയിൽ പോകുമോ, അവിടുത്തെ ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഒന്ന് അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാൻ ചെയ്തത്. നമ്മൾ മെട്രോയിലേക്കാണ് പോകുന്നത്. കലൂർ ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആലുവ വരെ. നമ്മൾ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ആലുവ മെട്രോ സ്റ്റേഷന് ഒരു 20-25 മിനിറ്റ് നമുക്ക് നടന്നാൽ അവിടത്തേക്ക് എത്താൻ പറ്റും, ആലുവ ടെമ്പിളിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30-6:45 ടൈമായിട്ടുണ്ട്. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ലൈറ്റൊക്കെ എല്ലാ ഷോപ്പുകളിലും ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ മുന്നോട്ട് നടന്ന് റോഡ് സൈഡ് വഴി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം എൻ്റെ ഫ്രണ്ട്സ് 3 കൂടിയുണ്ട്. നിഖിൽ, സച്ചിൻ, സന്തോഷ്. നമ്മളങ്ങനെ ആലുവ ഫെഡറൽ ബാങ്കിൻ്റെ ജംഗ്ഷൻ വഴി അങ്ങോട്ടേക്ക് മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ കൂടെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ അമ്പലത്തിലേക്ക് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. എല്ലാവരും നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് കൂടുതൽ ആൾക്കാരും പോകുന്നത്. ഏകദേശം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ആലുവ പുതിയ പാലത്തിൻ്റെ മുകളിലെത്തി. അപ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട്. അവിടെ സേവാഭാരതിൻ്റെയൊക്കെ പതാകയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, എത്രത്തോളം ഉണ്ടാകും തിരക്കെന്ന് കറക്റ്റ് അറിയില്ല. ആലുവ മണപ്പുറത്ത് പോയ പോലെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇത് ഏകദേശം നമ്മുടെ സിനിമയുടെ ദിലീപിൻ്റെ വീട്ടിൻ്റെ ആ സൈഡ് വഴിയാണ് നമ്മളങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെ ആലുവ പുഴയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ലൈറ്റൊക്കെ സന്ധ്യാസമയമാണ്. എന്താ അവിടുത്തെ ലൈറ്റും പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആലുവ മണപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയ സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലത്ത് മാസ്കോ ടവലൊന്നും ഇല്ലാതെയാണ് ഞാൻ വന്നത്. നല്ല പൊടിയടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മളെന്തായാലും മാസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഹിന്ദിക്കാരും അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. ചുറ്റും നമ്മളെ ഫെസ്റ്റിവൽ മോഡലാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആൾക്കാർ, എത്ര ഇതാ നമുക്ക് ദൂരെ നിന്ന് അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ക്യൂ ഒന്നും കയറുന്നില്ല. ഒന്നാമെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരുവാൻ വേണം. ആയതിനാൽ തന്നെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കാമെന്ന് കരുതി. ആൾക്കാരൊക്കെ വിരിച്ചിട്ട് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഉറക്കൊഴിഞ്ഞ് നിൽക്കുന്നവരാണ്. എല്ലാവരും അവധിയെടുത്തിട്ടും അവധി ദിവസമായതിനാൽ തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ മണപ്പുറം വഴി ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ 10,000-കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. ഏകദേശം 1,500ഓളം പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതുപോലത്തെ വലിയ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ സംഘാടക സമിതിൻ്റെ ഒരു കഴിവാണ് ആ പരിപാടിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. ഒരു സംഘാടക സമിതിൻ്റെ മികവാണ് ഒരു പരിപാടിയെ എത്രത്തോളം വിജയിപ്പിക്കുന്നതെന്ന് നമുക്ക് ഈ കേരളത്തിൽ തന്നെ നമുക്ക് അടുത്തതായി നമുക്ക് മനസ്സിലാക്കിയ ഒരു ഇതാണ്. കലൂരെ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഉമാ തോമസിന് വീണ് പരിക്കേറ്റതും അന്ന് ആ സംഘാടക സമിതി കുറച്ചും കൂടി ജാഗ്രത പാലിച്ച് സ്റ്റേജും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വിപുലമാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ അപകടം ഉണ്ടാകില്ലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത്. അതുപോലെ ഏതൊരു വലിയ പരിപാടി നടക്കുമ്പോഴും സംഘാടക സമിതിയും സംഘാടകരും എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അത്യാവശ്യ ഘടകമാണ്.
ഇവിടെ ബലിതർപ്പണത്തിനായിട്ട് തന്നെ ഏകദേശം 115ഓളം ബലിമണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നത് ആണ് ഇവിടുത്തെ ചടങ്ങ്. അതുകൊണ്ട് തന്നെ ആലുവ മണപ്പുറവും ആലുവ പുഴയൊക്കെ നമ്മൾ പോകുന്നവരെ തന്നെ മാക്സിമം വൃത്തിഹീനമാക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്രാവശ്യം ആലുവ മണപ്പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയും കണ്ണും ആദ്യം ചെന്നെത്തിപ്പെടുന്നത് ആലുവ മണപ്പുറത്തെ സൈഡിൽ പടുത്തുയർത്തിയ വലിയ ഒരു തൊട്ടിലുണ്ട്. തൊട്ടിലടത്തിൻ്റെ കൂറ്റൻ തൊട്ടിൽ ഫുൾ ലൈറ്റൊക്കെ കൊടുത്ത് അങ്ങനത്തെ സെയിം തൊട്ടിലുണ്ട്. ആ രണ്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കറങ്ങുന്നത് കാണാൻ തന്നെ അതിമനോഹരമായ രാത്രിയിൽ വളരെ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ കുറേ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തൊട്ടിലുകളും അതുപോലെ എന്താ പറയുക തീവണ്ടി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. എല്ലാം അതിമനോഹരമായിട്ട് തന്നെ കാണാൻ നമുക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ വിവിധ തരം മുളക് ബജ്ജി, പിന്നെ പറയുക പലതരം ഐസ്ക്രീം ഫ്ലേവേഴ്സ് എല്ലാം ഇവിടെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട്, ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പേരുള്ള സച്ചിനും സന്തോഷിനും തൊട്ടിലടുത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം. അവർ ആദ്യം പറയുന്നുണ്ടായിരുന്നു അവർക്ക് കയറണം, പക്ഷെ നമ്മൾ കയറാൻ തോന്നില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്, അതിൻ്റെ മുകളിൽ കയറി കറങ്ങുമ്പോൾ തല ചുറ്റുന്ന പോലെയാവും. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല, നിഖിലും കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും കയറിയിട്ട് ഇങ്ങനെ കറങ്ങി. ഏകദേശം ഒരാൾക്ക് 120 രൂപയാണ് ഇതിൻ്റെ അകത്ത് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റോളം അവർ ഇട്ട് കറക്കും. ഇതിന് അധികം സ്പീഡൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തെ തൊട്ടിലിന് കുറച്ചും കൂടി നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇത് ഏകദേശം 120 രൂപക്ക് മുതലില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെയാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ മരണക്കുണ്ട് ബൈക്ക് റേസിംഗ് ഉണ്ട്. അതിലേക്ക് കയറണം നമുക്കെല്ലാവർക്കും ഒരേപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കയറുകയും ചെയ്തത്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് വേറൊരു കാഴ്ചയാണ്, ഒരു ഭീമാകാരമായ ഒരു ഗോറില്ല ചെണ്ട മുട്ടുന്നത്. അതിനിങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ കൂടുതലും വരുന്നത് മരണക്കുണ്ടിലെ ബൈക്ക് റേസിംഗ് കാണാൻ തന്നെയാണ്. കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഏകദേശം 2 കാറും 3 ബൈക്ക്, 2 ബുള്ളറ്റ് ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്ത വണ്ടികൾ. അങ്ങനെ നമ്മൾ ബൈക്ക് റേസിങ് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ബൈക്ക് റേസിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം തന്നെ അതുണ്ട്. നമ്മൾ ആൾക്കാരൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ആൾക്കാരാണ് ഈ ബൈക്ക് റേസിങ് പങ്കെടുക്കുന്നത്. ഇവരെല്ലാം തന്നെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇവരുടെ പ്രകടനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. എല്ലാവരും വളരെ പലതരത്തിലുള്ള അഭ്യാസങ്ങളും പ്രകടനങ്ങളും എടുക്കുന്നത്. ഈ വണ്ടികളൊക്കെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. 3 കാറുണ്ട്, 2 ബുള്ളറ്റ് ഉണ്ട്, 1 ബൈക്കുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് പരിപാടി കാണാൻ വേണ്ടിയിട്ട് തന്നെ. ആ മരണക്കുണ്ടിൻ്റെ കിണറിൻ്റെ ഏറ്റവും ടോപ്പിലെ നിലയിൽ നിന്ന് നമുക്ക് ആലുവയിലെ ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടുന്ന് എടുത്ത വീഡിയോസ്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആലുവ മണപ്പുറത്തിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇവിടുന്ന് അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം തന്നെ നോക്കുക എത്ര ആൾക്കാരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് ഏകദേശം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ആലുവ ശിവരാത്രി ആഘോഷം.
അങ്ങനെ നമ്മൾ അവിടുത്തെ ദൃശ്യ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നേരെ ആ മരണക്കുണ്ടിൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഏകദേശം അത് തുടങ്ങി. ആദ്യം തന്നെ ഒരു ബൈക്ക് ചേട്ടൻ വന്നിട്ട് അഭ്യാസം കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ കാറും ബൈക്കും എല്ലാവരും കൂട്ടത്തോടെ വരുന്നുണ്ട്. അതൊക്കെ അതിമനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ നമുക്ക് പേടിയാവും നോക്കുമ്പോൾ തന്നെ, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ചെയ്തത്.
അങ്ങനെ അവിടുത്തെ ബൈക്ക് റേസിങ്ങും പരിപാടിയൊക്കെ കണ്ട ശേഷം നമ്മൾ ഏകദേശം 9:30 കൂടി തന്നെ അവിടുന്ന് തിരിച്ച് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോഴത്തേക്കന്നെ ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങി. കൂടുതൽ ആൾക്കാരും ഉറക്കൊഴിയാൻ വേണ്ടി വന്നവർ തന്നെയാണ്. എല്ലാവരും അവിടെ നിറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് ആ മണപ്പുറം തെച്ചും നിറഞ്ഞു ആൾക്കാരെ കൊണ്ട്. കൂടുതലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട്. എല്ലാവിധം ആൾക്കാരും ആലുവയുടെ തീരത്തിങ്ങനെ തമ്പടിച്ചിരിക്കും. ആലുവ മണപ്പുറത്ത് കാഴ്ചകൾ അങ്ങനെ അതിമനോഹരമായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.